വേണുഗോപാല നന്ദനന്ദന രാധിക പ്രാണനായക പ്രേമവിണ്ണിലെ പൂർണ്ണചന്ദ്രനായി മിന്നുമീ നീല വർണ്ണനെ കാണുകില്ലേ ഞാൻ കാണുകില്ലേ ഞാൻ പ്രാണനാകൂമൻ പൈതലേ ഭക്തിദീപം കൊളുത്തി നീ എൻ്റെ ഹൃത്തടത്തിങ്കൽ ഭദ്രമായി കെട്ടു പോകാതെ കാത്തിടേണമേ കാരുണ്യത്തിൻ്റെ കാതലേ ജീവൻ നേടേണ്ട നിത്യശാന്തിയെ ജീവിതത്തിൽ ഞാൻ നേടുമോ കർണ പീയൂഷഗാനമാകും നിൻ കിങ്ങിണീനാദം കേട്ടു ഞാൻ ആനന്ദത്തിൽ മതിമായങ്ങിയൻ മാനസ വീണ മീട്ടുമോ വേണു ഗോപാല നന്ദനന്ദന രാധിക പ്രാണനായക സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീസരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽ കൃപാതമഹം വന്ദേ വാസുദേവം പരം ഗുരും കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കുണിതാദൃതാനനെന്തോഃ മമ വാചി വിജൃംഭതാം മുരാരേർമധുരിംണ കണികാപി കാപി കാപി കോമളം കൂജ്യയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരോ വന്ദേ പാർവതീ പരമേശ്വരോ ഗുരുഭ്യോ നമഃ ഗംഗണപതയേ നമഃ സംസരസ്വത്യൈ നമഃ വാഗീശാദ്യാസു മനസാ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യോ തം നമാമി ഗജാനനം കമനീയ കിശോരമുഗ്ധമൂർത്തേഃ കളവേണുക്കുണിതാദൃതാനനെന്തോഃ മമ വാചി വിജൃംഭതാം മുരാരേർമധുരിംണ കണികാപി കാപി കാപി അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശമേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീജഗദംബികായൈ നമഃ. ചോറ്റാനിക്കരമേ ശരണം, കൊടുങ്ങല്ലൂരമേ ശരണം, മൂകാംബികാദേവീ ശരണം. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്തുതീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി
പ്രസീദാച്യുത മാരുതേശ. ശ്രീകൃഷ്ണായ നമഃ. ഇവിടെ സജ്ജനങ്ങൾ പറഞ്ഞത് സപ്തമസ്കന്ധം പ്രഹ്ലാദൻ്റെ കഥ, നരസിംഹാവതാരം മൊത്തം ഒന്ന് ചുരുക്കി ആ മഹാവിഷ്ണുവിൻ്റെ ശ്രീഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഒന്ന് സ്മരിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. അല്പം വാക്കുകളെ കൊണ്ട് ശ്രമിക്കാം. ശ്രീ മഹാഗണപതിയുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എന്താ അത്? അത്ര മഹാത്മ്യേറിയതാണ് ഭഗവാന്റെ കഥ എന്നാണ്. യഥാമതി യഥാശ്രുതം എന്നാണ് പറയാറുള്ള സജ്ജനങ്ങൾ. ഞാൻ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, അതിനെ എങ്ങനെ പറയണം എന്നറിയില്ല. പറ്റണ പോലെയൊക്കെ ശ്രമിക്കാം എന്നേ സജ്ജനങ്ങൾ പറയാറുള്ളൂ. അപ്പം നമ്മൾ കേട്ടു, എത്ര അവതാര കഥകളാണ് നമ്മൾ കേട്ടത്. എല്ലാ കഥകളും തമത്ഭുതം എന്നാണ് തുടങ്ങുക. എല്ലാം അത്ഭുതം നിറഞ്ഞതാണ്. ഓരോരുത്തർക്ക് ഏത് തരത്തിലാണ് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അഹോ വിചിത്രം ഭഗവത് വിചേഷ്ടിതം എന്നൊക്കെ പറയും. അവസാനം ഭക്തന്മാർക്ക് ഗുരുവായൂരപ്പനോട് പറയാൻ അതാണ്ടാവുക. ശ്രാ ഗുരുവായൂരപ്പ, ഞാൻ ഇത്രയ്ക്കൊന്നും വിചാരിച്ചില്ലേ എന്നാണ് എല്ലാവർക്കും പറയാണ്ടാവുക. അതാണ് ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത. ഇവിടെ പാലാഴി മഥനം കഥ, മോഹിനി അവതാരം, ശങ്കരമോഹനം, ആ വക കഥകളിൽ കൂടിയിട്ടൊക്കെ നമ്മൾ കേട്ടു. ഗജേന്ദ്രമോക്ഷം, അതാണല്ലോ ആ വക കഥകളാണല്ലോ നമ്മൾ അടുത്ത് കേട്ടത്. അതിൽ നിന്നൊക്കെ എല്ലാവരും ഭഗവാനെ ഏതൊന്നിനു വേണ്ടി ആശ്രയിക്കണു അതൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണു എന്ന് നമ്മൾ കണ്ടു. പക്ഷേ അതിൽ ഭഗവാനെ മോഹിച്ചത് മഹാദേവൻ മാത്രമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചു. വേറെ ഒന്ന് കണ്ടിട്ടും ഒന്നിൻ്റെ പിന്നാലെയും മഹാദേവൻ ഓടിപ്പോയിട്ടില്ല. അപ്പോൾ പാലാഴി മഥനത്തിൽ ദേവന്മാരെന്താ മോഹിച്ചത്? ആലോചിച്ച് നോക്കൂ. ഒക്കെ ഭഗവാനാ ചെയ്തിരിക്കണത് അല്ലേ? പാലാഴി മഥനത്തിൽ എന്നിട്ട് പർവ്വതം കൊണ്ടുവരാൻ സഹായിച്ചത്, അസുരന്മാരെ കൂട്ടുപിടിക്കാൻ പറഞ്ഞത്, വാസുകിയെ കയറാക്കാൻ, മന്ദിരത്തിനെ കടകോലാക്കാൻ ഒക്കെ പറഞ്ഞതും ചെയ്യിച്ചതും ഒക്കെ ഒപ്പം നിന്ന് പോരാ അവരോടുകൂടി ചേർന്നു. എന്നിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അവരാരെങ്കിലും പറഞ്ഞു എന്ത്? ഭഗവാനെ അവിടുന്നാണ് എല്ലാം സഹായിക്കണത്, അവിടുന്നാണ് എല്ലാം ചെയ്യണത്, അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട എന്ന് പറയണ്ടായോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ആത്മാർത്ഥത ചെറിയൊരു വാക്കിൽ പറഞ്ഞ കുറച്ചൊരു നന്ദി, ലേശരാത്മാർത്ഥത എന്നൊക്കെ ഉള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഗുരുവായൂരപ്പനോട് നമ്മൾ കാണിക്കണ്ടേ? അതാ ചോദിക്കണത്. അപ്പം എന്താ? മഹാദേവന് വേറെ ഒന്നും വേണ്ട, ഭഗവാനെ കാണണം, ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിക്കണം, ഭഗവാന്റെ ലീലകൾ കാണണം, ഭഗവാനെ എപ്പോഴും ധ്യാനിക്കണം. അതുമാത്രമേ മഹാദേവന് വേണ്ടൂ. അതുകൊണ്ട് എന്ത് കിട്ടി? മഹാദേവന് തന്നെ അങ്ങോട്ട് കൊടുത്തു ഭഗവാൻ. ഇതാണ് ഭഗവാന്റെ ആ ലീലകളുടെ മാധുരിമ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളും എന്താ വിചാരിക്കേണ്ടത്? അത് പ്രഹ്ലാദൻ പറയുന്നുണ്ട്. എനിക്ക് വേറെ യാതൊന്നും വേണ്ട. എല്ലാ കഥകളിൽ കൂടിയിട്ടും സജ്ജനങ്ങൾ അതാണ് നമ്മളെ ഉത്ബോധിപ്പിക്കണത്. നിഷ്കാമ ഭജനം, യാതൊന്നും മോഹിക്കാത്ത ഭക്തി, ഭഗവാനെ സേവിക്കണം എന്ന് മാത്രമേ വിചാരിക്കാവൂ. എന്തിനാ സേവിക്കണത് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവരുത് എന്നാണ്. ലൗകിക ബന്ധങ്ങളൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്കൊരു പക്ഷേ ആവക സ്നേഹബന്ധങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ അതൊക്കെ വിട്ടുപോയി എന്ന് വരും. പക്ഷേ നമുക്ക് ശ്വാസം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എന്തിനാ ശ്വസിക്കണത് എന്ന് ചോദിച്ചാൽ നിശ്ചല, അതിങ്ങനെ അല്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല
എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശ്വസിക്കുന്നത്. നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പ്രാണവായു, ശ്വാസം അത് വേണം. അതുകൊണ്ട് അതില്ലാണ്ട് പറ്റില്ല. എന്നാൽ ഇതുപോലെ ആവണം ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയാറുണ്ട്. അത്രമാത്രം ഭക്തിയുള്ളതായിട്ടുള്ള പ്രഹ്ലാദൻ്റെ കഥ അതാണ്. എന്താ, ജിഹ്വാലബ്ധോപി യോ വിഷ്ണും കീർത്തനീയം ന കീർത്തയേൽ ലബ്ധ്വാപി മോക്ഷനിശ്രേണീം സനാരോഹതി ദുർമതി എന്നൊക്കെയാണ്. തസ്മാൽ ഗോവിന്ദമാഹാത്മ്യം ആനന്ദരസസുന്ദരം ശൃണുയാൽ കീർത്തയേ നിത്യം സകൃതാർത്ഥോ ന സംശയ എന്നൊക്കെയാണ്. തസ്മാൽ ഭീമൻ കഥാം പുണ്യാം ഗോവിന്ദചരണാഞ്ജിതാം മഹാപുണ്യപ്രദാം തയസ്മാൽ ശൃണുഷ്വ നൃപസത്തമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീശുക ബ്രഹ്മഋഷി. അതുകൊണ്ട് ഞാൻ അങ്ങയ്ക്ക് ആ ഭക്തി നിറഞ്ഞതായിട്ടുള്ള ഒരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് സപ്തമസ്കന്ധം ആരംഭിക്കണത്. എവിടെയുണ്ടാവുമല്ലോ അത്ഭുതം. ആ ഒരു ഭാവം തന്നെയാണ് ഭഗവാന്റെ എല്ലാ അവതാരങ്ങളിലും ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കണത് എന്ന് തോന്നും. കാരണം ആലോചിച്ച് നോക്കൂ, എല്ലാ കഥകളിൽ കൂടി ഇതിലധികം വ്യക്തമാക്കാൻ പറ്റില്ല. അത് എന്താ, അത് ഇവിടെ നോക്കൂ, ഹിരണ്യകശിപുവിൻ്റെ കഥയാണ് തുടങ്ങണത് അല്ലേ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു. രാജസൂയ യജ്ഞ രംഗത്ത് വച്ചിട്ട് ധർമ്മപുത്ര മഹാരാജാവ് ചോദിച്ചു നാരദനോട്, എനിക്കിപ്പോൾ ആകെ ഒരു സംശയമായിരിക്കണു എന്നാണ്. ഇത്ര ഗംഭീരമായിട്ട് യാഗം ചെയ്തിട്ട് എനിക്കല്ലല്ലോ മോക്ഷം കിട്ടിയത്. അപ്പം അവിടുന്ന് തുടങ്ങിയ അതിൻ്റെ മാഹാത്മ്യം എന്നാണ്. അതാണ് പറഞ്ഞ് തുടങ്ങിയില്ല. അതിൻ്റെ മുമ്പേ ഭാഗവതം നമുക്ക് എന്താ വ്യക്തമാക്കി തരണത്? ആ ഭക്തിയുടെ മാഹാത്മ്യ. ധർമ്മപുത്രൻ ചോദിക്കുകയാണ്, എനിക്ക് മോക്ഷം കിട്ടിയില്ലല്ലോ, എന്നിട്ട് ഈ ശിശുപാലിന് മോക്ഷം കിട്ടിയിരിക്കണു, എന്താ അതിന് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നാരദ മഹർഷി അവസാനം പറയണതും അതാണ്. എന്താ അത്? യൂയം നൃലോകേ ബത ഭൂരിഭാഗ ലോകം പുനാനാ മുനയോഭിയന്തി യേഷാം ഗൃഹാനാവസതീതി സാക്ഷാൽ ഗൂഢം പരം ബ്രഹ്മമനുഷ്യലിംഗം സവാ അയം ബ്രഹ്മമഹദ്വിമൃഗ്യ കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഹൃത് വാ ഖലു മാതുലേയ ആത്മാരിഹണീയോ വിധികൃൽ ഗുരുശ്ച നയസ്യ സാക്ഷാൽ ഭവപത്മജാദിഭി രൂപം ധിയാ വസ്തുതയോപവർണിതം മൗനേന ഭക്ത്യോപശമേന പൂജിത പ്രസീദതാം ഏഷ സസാത്വതാം പതി. അതാണ് നാരദ മഹർഷി പറയുകയാണ്, എന്തിനാ എത്ര അത്ഭുതപ്പെടുന്നത്? അതിനേക്കാളും ഒക്കെ എത്ര വലിയ ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണത്. ബ്രഹ്മാദി ദേവന്മാർ കൂടിയിട്ട് ഭഗവാന്റെ പാദത്തിലൊന്ന് നമസ്കരിക്കാൻ മോഹിക്കണു, അവർക്ക് കിട്ടണില്ല എന്നാണ് ഭാഗവത്തിൽ പറയുന്നുണ്ടത്. കൃഷ്ണാവതാരം കഴിഞ്ഞ് ഭഗവാൻ ദ്വാരകയിൽ ശോഭിക്കണ സമയത്ത് ബ്രഹ്മാദി ദേവന്മാർ കാണാൻ വരുന്നതാണ്. കാണാൻ വരുമ്പോൾ അതിനൊരു സ്ഥലമുണ്ട്, വന്നാൽ കാത്തു നിൽക്കാൻ. നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഭഗവാന്റെ സ്വകാര്യ മുറിയുടെ അപ്പുറത്ത് ആ ടെറസിൽ അവരിങ്ങനെ കാത്തു നിൽക്കും. ആകാശചാരികളാണല്ലോ അവർ. വന്നിട്ട് അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഉദ്ധവൻ വരും. എപ്പോഴാണ് വന്ന് വിശേഷം? അല്ല, ഭഗവാനെ ഒന്ന് കണ്ട് നമസ്കരിക്കുക, വേറെ വിശേഷമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഉദ്ധവൻ എന്താ പറയുക? ഭഗവാൻ തിരക്കിലാണോ എന്ന് ചോദിച്ചാൽ ഉദ്ധവൻ എന്താ പറയുക? അവിടെ ആരോഗ്യോ കാണാൻ വന്നിരിക്കണു. കുചേലനൊക്കെ വന്ന ദിവസമാണെങ്കിൽ പിന്നെ പറയാണ്ടോ, ഭഗവാനെ കാണാൻ കിട്ടുമോ? അപ്പോൾ അവിടെ ആരോഗ്യമായിട്ട് സംസാരിക്കുകയാണ്. കാണാൻ ഇത്തിരി വൈകുമോ നിശ്ചയില്ല. ഒന്നാണ് നല്ലത്, അതോ ആ പാദപീഠത്തിൽ ഒന്നങ്ങനെ നമസ്കരിച്ചു പോയിക്കോളൂ എന്നാണ് പറയുക ഉദ്ധവൻ. കുറച്ച് നേരം കൂടിയൊക്കെ അവർ ക്ഷമിച്ച് നോക്കും, ഭഗവാനെ ഒന്ന് കാണാൻ കിട്ടുമോ, നേരിട്ടൊന്ന് കണ്ട് നമസ്കരിക്കണം എന്നുള്ള ആ മോഹം കൊണ്ട്. അവസാനം എന്താവും? ആ പാദപീഠത്തുമ്മൽ
അവർ നല്ലോണം അപ്പോൾ ആ കാണാൻ കിട്ടാത്ത ആ ഒരു ദുഃഖം അവരുടെ ഉള്ളിലുണ്ടാവുമല്ലോ. പക്ഷേ അവരുടെ ആ നമസ്കാരത്തിൻ്റെ ഒരു രീതി ഇതിൽ പറയുന്നുണ്ട്. അപ്പോഴും അവരാ കിരീടം ഒന്ന് എടുത്തു വെച്ച് നമസ്കരിക്കണില്ല എന്നാണ്. ആലോചിച്ച് നോക്കൂ. അവരാ കിരീടത്തോട് കൂടിയിട്ട് ആ പാദത്തിൽ ഒന്നങ്ങനെ നമസ്കരിക്കുമ്പോൾ ആ ഉള്ളിലുള്ള ആ ദുഃഖം കൊണ്ട് ആ ശിരസ് ആ പാദപീഠത്തിൽ ഒന്നിങ്ങനെ നല്ലോണം സ്പരിശിക്കും. ഇത്രയല്ലേ പറയാൻ വയ്ക്കൂ. ഭഗവാന്റെ പാദപീഠമാണ്. അപ്പോൾ ആ ബഹുമാനവും ഭക്തിയും ആ ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമവും അപ്പോൾ ഒന്നങ്ങനെ സ്പരിശിച്ച് അവർ പോവും. ഇങ്ങനെ നമസ്കരിച്ച് ഇപ്പം എന്തായി? അവിടെ തേഞ്ഞു പോയി എന്നാണ് പാദപീഠം. എന്താ അതിൻ്റെ അർത്ഥം? അവർക്കും കൂടിയും കാണാൻ കിട്ടണില്ല എന്ന്. അപ്പോൾ അത്ര മനോഹരമാണ്, അത്ഭുതം നിറഞ്ഞതാണ് ഭഗവാന്റെ കഥകളൊക്കെ. ഇപ്പം നോക്കൂ, ഇവിടെ ഓരോരുത്തർക്കും അപ്പം എന്താ പറഞ്ഞു വന്ന ദേവന്മാർക്ക് അവർ വിളിക്കുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷാവുണ്ട്, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവർക്ക് പറയാൻ തോന്നണുണ്ടോ ഇനി ഞങ്ങൾക്ക് സ്വർഗാദി ലോകങ്ങളൊന്നും വേണ്ട ഗുരുവായൂരപ്പ, അവിടുത്തെ പാദദാസ്യം മാത്രം മതി എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല എന്നാണ്. അത് പറയാൻ പറ്റിയ ഒരാളാണ്, പറയാൻ കഴിഞ്ഞ ഒരാളാണ് പ്രഹ്ലാദൻ എന്ന് വേണം പറയാൻ. പ്രഹ്ലാദൻ്റെ അച്ഛൻ അതിൽ വലിയ തത്വങ്ങളൊക്കെ സജ്ജനങ്ങൾ പറയണത് കേട്ടിട്ടുണ്ട്. എന്താ നരസിംഹാവതാരം കൊണ്ട് കാണിക്കണത്? ഹിരണ്യകശിപുവിനെ കുറിച്ച് ആലോചിച്ച് നോക്കും. ഇങ്ങനെയുള്ള വലിയ പാഠങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കണതാരാ? പ്രഹ്ലാദനാണ് എന്ന് പറഞ്ഞു വെച്ചു. പ്രഹ്ലാദനെ കണ്ടാലോ 4-4.5 വയസ്സ് ഇത്രയായിട്ടുള്ളൂ, ചെറിയൊരു ഉണ്ണി. നേരെ മറിച്ച് ഈ പ്രഹ്ലാദൻ്റെ അച്ഛനോ പിന്നെ ഹിരണ്യകശിപു, അമ്പോ എന്താ ഒരു വലിപ്പം അല്ലേ. പക്ഷേ വലിപ്പം മാത്രമൊന്നുമല്ല, നമ്മൾ നാളെ പറയണ കേട്ടില്ലേ, ഹിരണ്യകശിപുവിൻ്റെ ആ കൊടുക്കെടുക്കൻ സുതലത്ത് കടന്നിരുന്നു എന്നാണ് എന്നാളിവിടെ പറയണ കേട്ടു. ഒരിക്കൽ രാവണൻ ആ കൊടുക്കെടുക്കൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു എന്നാണ്. അയ്യോ ഇതെന്താ അത് ഇവിടെ കിടക്കണത് എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ മഹാബലി പറഞ്ഞു അത്രേ, അത് മുത്തശ്ശനോ മുതുമുത്തശ്ശനോ ഒക്കെ പറയാലോ, ഹിരണ്യകശിപുവിൻ്റെ കൊടുക്കെടുക്കനാ എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു എന്നാണ്. അത്രയും വലിപ്പം അതിനുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ആളുടെ വലിപ്പം എന്തായിരിക്കും? ഏകദേശം ആൾക്കാർക്ക് യോജിച്ചതല്ലേ ആഭരണങ്ങൾ ധരിക്കുക. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ വലിപ്പം എന്തായിരിക്കും? ശാരീരികമായിട്ടുള്ള വലിപ്പം മാത്രമല്ല ഹിരണ്യകശിപുവിന് എന്നിവിടെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആലോചിച്ചാലും എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരാളായിരുന്നു ഹിരണ്യകശിപു എന്നാണ്. ശക്തി കൊണ്ട്, സേനാബലം കൊണ്ട് പിന്നെ അസുരന്മാർ മുഴുവൻ പിന്നാലെ ഉണ്ട്, ലക്ഷം പിന്നാലെ എന്നൊക്കെ നമ്മൾ പറയേ പതിവുള്ളൂ. സഹായത്തിന് വരുമ്പോൾ ആരും ഉണ്ടാവാറില്ല. ഹിരണ്യകശിപുവിൻ്റെ അവസ്ഥ അതല്ല. എല്ലാവരും ഞങ്ങളും ഒക്കെ അവിടുത്തേക്ക് സഹായമായിട്ടൊപ്പുണ്ട് എന്ന് ഹിരണ്യകശിപുവിനോട് പറഞ്ഞ് ഹിരണ്യകശിപു പറഞ്ഞതിനനുസരിച്ച് ആ വിഷ്ണു ചൈതന്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി എന്നാണ്. കാരണം നല്ല ലക്ഷ്യമുണ്ട്, തൻ്റെ അനിയനെ കൊന്നതായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഇല്ലാതാക്കണം. അതാണല്ലോ ഹിരണ്യകശിപുവിൻ്റെ ആ ലക്ഷ്യം. താവത്യാത ഭുവം യൂയം വിപ്രക്ഷത്ര സമേധിതാം സൂദയധ്വം തപോയജ്ഞ സ്വാധ്യായവ്രതദാനിന വിഷ്ണുർദ്വിജക്രിയാമൂലോ യജ്ഞോ ധർമ്മമയപ്പുമാൻ ദേവഋഷി പിതൃഭൂതാനാം ധർമ്മസ്യ ച പരായണം എത്ര ദ്വിജാഗാവോ വേദാവർണാശ്രമാക്രിയാഃ തം ജനപദം യാതാ സന്ദീപയതവൃശ്ചത. ഇങ്ങനെ പരദ്രോഹം അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയെന്നാണ് ഒക്കെ ഹിരണ്യകശിപു മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ അത്? പരദ്രോഹം അങ്ങനെ എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ഭഗവാൻ അത് സഹിക്കില്ല, അങ്ങോട്ട് ഇറങ്ങി വരട്ടെ. അപ്പോഴല്ലേ നേരിട്ട് എതിരിടാൻ പറ്റുള്ളൂ. കാരണം നേരിട്ട് ചെന്നാൽ കാണില്ല എന്ന് തീരുമാനമായി. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? ആ വളരെ ആലോചനയോട് കൂടിയിട്ടാണ് ഹിരണ്യകശിപുവിൻ്റെ ആ ഓരോ സമീപനവും. അപ്പോൾ ഇവരോട് ആ ഭഗവാന്റെ ഭക്തന്മാരെ ഉപദ്രവിക്കുക,
നല്ല കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങളൊക്കെ നശിപ്പിക്കുക, അമ്പലം നശിപ്പിക്കുക, വൃക്ഷങ്ങൾ, പുണ്യവൃക്ഷങ്ങൾ, എല്ലാ വൃക്ഷങ്ങളും നശിപ്പിക്കുക. ഇങ്ങനെ തുടങ്ങി നാമം ജപിക്കുക ഇല്ലേ, ഭഗവത് സേവ ചെയ്യണവരെയൊക്കെ നശിപ്പിക്കുക. അതാണ് ചുരുക്കം. അങ്ങനെ ആ വക കാര്യങ്ങളൊക്കെ ഓരോരുത്തരെ ഏൽപ്പിച്ച് ഹിരണ്യകശിപു അമ്മയുടെ അനുഗ്രഹം വാങ്ങണം എന്ന് വിചാരിച്ച് അകത്ത് ചെന്നപ്പോഴോ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക ദിതിദേവി. തൻ്റെ 2 മഹാഗംഭീരന്മാരായിട്ടുള്ള പുത്രന്മാരിൽ ഒരാളിതാ പോയി കഴിഞ്ഞു. ഇനി അടുത്ത ആളും പോകുന്ന ദിതിക്ക് ഉള്ളിൽ നിശ്ചയം ഉണ്ടാവുമ്പോൾ എത്രമാത്രം ദുഃഖം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ ദിതി കരഞ്ഞുകൊണ്ടിരിക്കണ അമ്മയെ നല്ല ഗംഭീരമായിട്ടാണ് ഉപദേശിച്ച് സമാധാനിപ്പിക്കണത്. ഇത് ഞാൻ പറയണതല്ല കേട്ടോ, വളരെ വിനയത്തോട് കൂടിയിട്ടാണ് ഹിരണ്യകശിപു പറയണത് കേട്ടോ. ഇതൊന്നും ഞാൻ പറയണതല്ല. എന്താ അത് സാക്ഷാൽ ധർമ്മരാജാവ് പറഞ്ഞിട്ടുണ്ട്. പഥിച്യുതം തിഷ്ഠതി ദിഷ്ടരക്ഷിതം ഗൃഹേ സ്ഥിതം തദ്വിഹതം വിനശ്യതി ജീവത്യനാഥോപി തദീക്ഷിതോ വനേ ഗൃഹേപി ഗുപ്തോസ്യാഹതോ ന ജീവതി. എല്ലാവർക്കും അവരവരുടെ കർമ്മം അനുസരിച്ചാണ് ജീവിതം. അപ്പോൾ ഓരോരുത്തർ അതനുസരിച്ച് ജീവിക്കണോ മരിക്കണോ അത്രയും കണക്കാക്കിയാൽ മതി. പിന്നെ നിങ്ങൾ സ്നേഹിച്ച ശരീരം ഇവിടെ കിടക്കണില്ലേ, നിങ്ങൾക്ക് എന്താ കണ്ടാൽ തൃപ്തി തോന്നാത്തത്? അപ്പോൾ അതിലത്തെ ആ ശരീരത്തെയല്ല നിങ്ങൾ സ്നേഹിച്ചത് തീരുമാനമായില്ലേ? ആത്മാവിനെ നാശമില്ല. ഇങ്ങനെയുള്ള തത്തമേ പൂച്ച നമ്മൾ പറയാറില്ലേ? ഇതൊക്കെ പുസ്തകത്തിൽ എഴുതിയത് വായിക്കണേ ഉള്ളൂ, നമുക്കിതൊന്നും അനുഭവമായിട്ടല്ല പറയണത്. അതുപോലെ ഹിരണ്യകശിപുവും പറഞ്ഞു, അങ്ങനെയുള്ളവർക്ക് ഇത്രയും ഗംഭീരമായിട്ടുള്ള വേദാന്തം ഉപദേശം പറഞ്ഞ് ഭഗവാനെ നശിപ്പിക്കാൻ വേണ്ടി തപസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ്. അപ്പോൾ വാക്കുകളും പ്രവൃത്തിയും കൂടി എത്രണ്ട് വ്യത്യാസമുണ്ട് എന്ന് നോക്കിയാൽ അറിയാം അയാളുടെ ഹൃദയം ഏകദേശം എവിടെയാണ് ഇരിക്കണതെന്ന്. അങ്ങനെ അമ്മയെ, അനിയൻ്റെ ഭാര്യ, കുട്ടികളെ എല്ലാവരെയും ആശ്വസിപ്പിച്ച് ഹിരണ്യകശിപു തപസ്സിന് പോയി. തപസ്സിന് പോയിട്ടോ എന്താ ഒരു തപസ്, ഇതുപോലെ ഒരാൾ തപസ് ചെയ്തിട്ടില്ല. എല്ലാവരും കണ്ണടച്ചാ തപസ് ചെയ്യുക. ഹിരണ്യകശിപു എങ്ങനെയാണ് തപസ് ചെയ്ത്? കണ്ണങ്ങോട്ട് ഉരുട്ടി മെഴിച്ച് ആകാശത്തിൽ അങ്ങോട്ട് ഉറപ്പിച്ചു. എന്നിട്ട് ആ കൂപ്പ് കയ്യും ഒരു കാലിൻ്റെ ഒരു പെരുവിരലുമ്മിൽ നിന്നിട്ടാണ് തപസ്. വളരെ വളരെ കാലം തപസ് ചെയ്ത് പിന്നെ ബ്രഹ്മാവ് പ്രത്യക്ഷമായിട്ടോ അവിടെയും ഒട്ടും ഒരു എന്താ പറയണ്ടേ, ഒരാലോചനക്കുറവ് ഹിരണ്യകശിപുവിന് വന്നില്ല. ബ്രഹ്മാവനെ അത്ഭുതപ്പെട്ടു എന്നാണ് പറയണത്. ഒന്നുമില്ല, വെറും ഒരു പുറ്റ്. ആ പുറ്റൊക്കെ തട്ടി നോക്കിയപ്പോഴേ കുറച്ച് ഒരു എല്ലും കൂടി ഉണ്ട് നിൽക്കണു. ആ എല്ലുമ്മിൽ ചെന്നങ്ങോട്ട് ലയിച്ചിരിക്കണു ജീവൻ. തപസ് ചെയ്യല്ലേ, നശിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിനെ കമണ്ഡലു ജലേന ഉക്ഷൽ ദിവ്യേനാമോഘരാധസ എന്നാണ്. പിന്നെ സർഗശക്തി നിറഞ്ഞതായിട്ടുള്ള തൻ്റെ കമണ്ഡലുവിലത്തെ ആ ജലം അങ്ങോട്ട് തളിച്ചപ്പോഴേക്ക് അപ്പോഴാണ് ശരിക്കും ഹിരണ്യകശിപു ആയിരിക്കണത് എന്നാണ്. എന്തൊരാരോഗ്യ, എന്തൊരു ചൈതന്യമാണ്. ഇനി ഭഗവാനെ നേദിക്കാം എന്ന് പറയുന്ന പോലെയാണ്. ഏതായാലും അങ്ങനെയല്ലോ, നല്ല സാധനങ്ങളൊക്കെ ഗുരുവായൂരപ്പനല്ലേ നേദിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഹിരണ്യകശിപു ബ്രഹ്മാവിനെ കണ്ട് ഗംഭീരമായിട്ട് സ്തുതിച്ചു. എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് ആലോചിച്ചു താൻ എന്താ പറയേണ്ടത്, എന്തായിരുന്നു തൻ്റെ ലക്ഷ്യം. അതിന് പാകത്തിനാണ് വരങ്ങളൊക്കെ മേടിച്ചത്. വളരെ ഗംഭീര വരങ്ങളാണ്. എന്താ അത്? എൻ്റെ കീഴിലായിരിക്കണം എല്ലാം എന്നാണ്. ഒരേ ഒരു കൊട്ട, ഒരേ ഒരു ആതപത്രം, അല്ലെങ്കിൽ പിന്നെ ഭരണം, ഒരു ചക്രവർത്തി ലോകത്തിന് അങ്ങനെ ആയിരിക്കണം. ഐകപത്യം ച ദേഹിനാം അപ്രതിദ്വന്ദ്വതാം യുദ്ധേ, ലോകത്തിൽ ഒരാളും എന്നെ യുദ്ധത്തിൽ ജയിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. ആയുധം കൊണ്ട്, ആയുധം ഇല്ലാണ്ട്, പച്ച കൊണ്ട്, ഉണങ്ങിയതുകൊണ്ട്, ആകാശത്തിൽ, ഭൂമിയിൽ, രാത്രി പകൽ, മനുഷ്യൻ, മൃഗം, ചുരുക്കത്തിൽ ബ്രഹ്മസൃഷ്ടിയിൽ പെട്ടത് ഒന്നിൽ നിന്നും എനിക്ക് അകത്തു നിന്നോ പുറത്തു നിന്നോ എവിടെ നിന്നും തന്നെ നരൈർ ന മൃഗൈരപി,
മനുഷ്യനിൽ നിന്നോ മൃഗത്തിൽ നിന്നോ ഒന്നിൽ നിന്നും എനിക്ക് മരണം ഉണ്ടാവരുത്. ഇനിയിപ്പോൾ എന്താ പേടിക്കാനുള്ളത്? മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു അത് വരം തരാൻ പറ്റില്ല, ജനിച്ചാൽ മരിക്കണം എന്ന് പറഞ്ഞു. അപ്പം എന്തായി? ഇതാ അതിന് പാകത്തിനുള്ള വരങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ മരണം വരുന്ന വഴിയൊക്കെ അടച്ചു. എന്നിട്ട് മരിച്ചില്ലേ? അതാണ് ചോദ്യം. മൈക്കിൾ ജാക്സൻ്റെ ആ ഒരു ദിവസം കാണുകയുണ്ടായി. അയാൾക്ക് ഒറ്റ മോഹം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്, 100 വയസ്സ് വരെ ജീവിക്കണം. അതാണല്ലോ മനുഷ്യൻ്റെ ആയുസ്, അത്രയേ വേണ്ടൂ എന്നാണ് അത്രേ അയാൾ മോഹിച്ചത്. അതുകൊണ്ട് 12 ഡോക്ടർമാരാണ് അത്രേ എപ്പോഴും അയാളെ പരിശോധിച്ചുകൊണ്ട്. അതാണ് വളരെ അവർ പറയുന്നതിനനുസരിച്ചുള്ള ദിക്കിലേക്ക് കടക്കൂ, അതുപോലെയുള്ള വസ്ത്രങ്ങളെ ധരിക്കൂ, അതുപോലെയുള്ള ഭക്ഷണം കഴിക്കൂ, എപ്പോഴും അവർ ശ്രദ്ധിച്ചും കൊണ്ടാണ്. കാരണം അങ്ങനെയല്ലേ, ചിലപ്പോൾ ബ്ലഡ് കുറവാണ് എന്നൊക്കെ പറയില്ലേ, അതേമാതിരി അങ്ങനെയുള്ള നിസ്സാര കാരണം കൊണ്ട് എങ്ങാനും ചത്തുപോയാലോ മരിച്ചു പോയാലോ എന്നുള്ള ഭയം അതുണ്ടായാൽ തന്നെ തീരുമാനിക്കാം എപ്പോഴാണ് മരണഭയം വരിക, മരിക്കാറാകുമ്പോഴാണ് അല്ലേ, പറയണില്ലേ. അപ്പോൾ എന്തായാലും എന്നിട്ടോ എന്താ ഉണ്ടായത്, 56 വയസ്സോ മറ്റേ ആയിട്ടുള്ളൂ എന്നാണ് പറയണത്. ആ സമയത്ത് ഇത്രയും ഡോക്ടർമാരെ 4 പുറവും നിർത്തിയിട്ടും രാമനാരായണ പോയി ആള്. അപ്പം അതാണ് പറയണത്. ഇങ്ങനെയുള്ള പോരാ സ്വർഗത്തിൽ താമസം, എല്ലാവരും തൻ്റെ കീഴിലായി, എല്ലാ ദേവന്മാരെയും അങ്ങനെ ചെന്ന് ദിഗ്ജയം ചെയ്ത് കീഴ്പ്പെടുത്തി വൈകുണ്ഠത്തിലും ചെന്നു. അപ്പം മഹാവിഷ്ണു ഒരു സൂത്രം എടുത്തു. എന്താ അത്? ചെറിയൊരു രൂപെടുത്തിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് മറഞ്ഞു. ഭഗവാൻ അറിയാം നമ്മൾ ഉള്ളിൽ മാത്രം ഭഗവാനെ നോക്കില്ല. എവിടെയാണ് ഭഗവാൻ ഇരിക്കണത്? ഹൃദയശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. എല്ലാവരുടെ ഉള്ളിലും ഞാനല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ അന്വേഷിച്ച് പോണതെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ബോധമില്ല എന്ന് അറിയണതുകൊണ്ട് ഇനിയിപ്പോൾ അത് പറയും വാമനമൂർത്തി ഹിരണ്യകശിപുവിനെ. പക്ഷേ തോൽപ്പിച്ചു സൂത്രം കൊണ്ട്. എന്ത് പറഞ്ഞു? ഞാൻ അദ്ദേഹത്തിനെ ഭയപ്പെട്ട് ഓടിപ്പോയി നാട് വിട്ടു എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു ഭൃത്യന്മാരോട്. എന്താ തരക്കട്? എല്ലാ തരത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും സുഖം, എല്ലാം തൻ്റെ കീഴിലായി, ഭഗവൻ നാമം ഇല്ല. നാരദ മഹർഷി പറയണ്ട, ഞാനും തുമ്പുരുമൊക്കെ ഹിരണ്യകശിപുവിനെ പ്രശംസിക്കാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട് പിന്നെ ധർമ്മപുത്രരോട്. അത്രമാത്രം കുറേ നാമം ജപിക്കും. എന്നിട്ട് പറയും ഇങ്ങനെയുള്ള നാമങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ, ഇതൊക്കെ പണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ നാമം ജപിക്കാണ്ട് വയ്യ നാരദന്. അപ്പോൾ ആദ്യം കുറച്ച് നാമം ജപിക്കും, എന്നിട്ടാ പറയുക ഈ നാമങ്ങളൊന്നും ഇപ്പം ഇല്ല കേട്ടോ, ഇതൊക്കെ പണ്ടത്തെ കഥ പറയണതാണ്. ഇങ്ങനെയുള്ള ആ ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിൽ തന്നെ എന്തായി? അവിടെ തന്നെ നാമം പൊട്ടി വിരിഞ്ഞു എന്നുള്ള അത്ഭുതം. അതാണ് ലൗകികമായിട്ടുള്ള സുഖം. ഇനി ഇതിലധികം ആർക്കും സമ്പാദിക്കാൻ സാധിച്ചില്ല. എന്നിട്ട് സുഖം കിട്ടിയോ? ഹിരണ്യകശിപുവിനോടൊന്ന് ചോദിച്ചു നോക്കൂ. വരം ലബ്ധ്വാ തൃപ്തോ ജഗതിഹ ഭവന്നായകമിദം പരീക്ഷുന്ദന്നിന്ദ്രാദഹരത. ആ ഭഗവാനാണ് ജഗന്നാഥൻ എന്നുള്ള ഭാവം, ആ സത്യം മറന്ന് സ്വർഗത്തെ ദേവേന്ദ്രനിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത് എല്ലാ സുഖങ്ങളും നേടിയെടുത്ത് ഇന്ദ്രൻ, ചന്ദ്രൻ, വായു, വരുണൻ, കുബേരൻ അങ്ങനെ വെക്കേണ്ട എല്ലാവരും തൻ്റെ കീഴിൽ. അപ്പോൾ പിന്നെ ഇനി ആരെയാ പേടിക്കേണ്ടത്? ഇതൊക്കെ കീഴിലാക്കണത് സുഖം കിട്ടാനാ. കിട്ടിയോ? ഇല്ല. എന്താ കാരണം? വരം ലബ്ധ്വാ തൃപ്തഃ എന്നാ പറയണത്. അഹങ്കാരം ഉണ്ടായത്. അതിനി പ്രഹ്ലാദൻ പറയുന്നുണ്ട്, എന്ത് ഗുണം ഉണ്ടായിട്ടും കാര്യമില്ല. ആണ് കേട്ടോ ഭാഗവതം നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം അത്. നമ്മൾ എന്തിൻ്റെയൊക്കെ പിന്നാലെയാണ് നമ്മൾ പോണത്. നമുക്ക് ഈ വാസ്തവ ഉള്ളിലങ്ങോട്ട് കയറണില്ലല്ലോ. എന്ത് കിട്ടിയാലും എല്ലാം സമ്പാദിക്കണത് സുഖത്തിനാ. സുഖം എവിടെയാ? അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്താ. അത് നമ്മൾ മറക്കുകയാണ്. ഇതിലൊന്നിലും അല്ല സുഖം എന്ന് നമുക്ക് മനസ്സിലാവണില്ലല്ലോ ഗുരുവായൂരപ്പ എന്ന് പറയാൻ തോന്നും. ഓരോ കഥ കേൾക്കുമ്പോഴും ആ ഒരു പരമാർത്ഥം ഭഗവാനെ ഞങ്ങൾക്കൊക്കെ മനസ്സിൽ നല്ലോണം ഉറപ്പിച്ച് തരണേ. അതെപ്പോഴാണ് ഉറക്കുക?
ഭക്തി ഉണ്ടാവുമ്പോൾ. അതാണ് പ്രഹ്ലാദൻ്റെ കഥയിൽ കൂടിയിട്ട്. അങ്ങനെ ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്കൊന്നിനെയും പേടിക്കണ്ട. എന്താ അത്? ഈ പ്രഹ്ലാദൻ നാമം ജപിക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ 4 പുത്രന്മാരിൽ പിന്നെ ഏറ്റവും ചെറിയ ഉണ്ണി പ്രഹ്ലാദൻ നാമം ജപിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും വാത്സല്യം നിറഞ്ഞതാ. നോക്കൂ, ഹിരണ്യകശിപു അങ്ങോട്ട് മാറി. എന്താ അത്? നാമം ജപിക്കണതുകൊണ്ട് ഇനി പ്രഹ്ലാദൻ ജീവിച്ചിരിക്കണ്ട എന്നുള്ള നിലയിലെത്തി. പ്രഹ്ലാദൻ്റെ ഒരാനന്ദോ ഒന്നുമില്ല കേട്ടോ. പ്രഹ്ലാദന് 4-4.5 വയസ്സ് പ്രായം. എന്താ അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് എന്താ സ്വന്തമായിട്ടുള്ളത്? പക്ഷേ പ്രഹ്ലാദന് പരമാനന്ദം. ആ ആനന്ദത്തിൽ അസ്പന്ദ പ്രണയാനന്ദ സലിലാമീളിതേക്ഷണ എന്ന് പറയുന്നുണ്ട്. ആ ആനന്ദം ഇങ്ങനെ അനുഭവിക്കണതുകൊണ്ട് ആ കണ്ണ് മുഴുവൻ അങ്ങോട്ട് തുറക്കണമെന്നില്ല. ആ പകുതി അടഞ്ഞ കണ്ണുകളിൽ കൂടിയിട്ട് ആ കണ്ണ് നോക്കിയാൽ അറിയാം നമുക്ക് പ്രഹ്ലാദന അനുഭവിക്കണ ആനന്ദം. എന്താ അത്? കുജിദ്രുതതി വൈകുണ്ഠ ചിന്താശബള ചേതന. എപ്പോഴാനന്ദം? ഭഗവാനെ സ്മരിക്കുമ്പോഴേ ആനന്ദമുള്ളൂ. ഭഗവാനെ സ്വീകരിക്കുമ്പോഴേ ആനന്ദമുള്ളൂ. ഭഗവാനെ ആശ്രയിക്കുമ്പോഴേ ആനന്ദമുള്ളൂ. ഇതൊക്കെ പ്രഹ്ലാദൻ ഭഗവാനെ പറ്റി പറയുമ്പോഴാണ് ആനന്ദം. അതിനി നമുക്ക് കേൾക്കാം. അങ്ങനെയുള്ള പ്രഹ്ലാദൻ്റെ അതാണ് ആ ബുദ്ധി നേരെ. അല്ലെങ്കിൽ ഭാഗവത്തിൽ വെറുതെ അല്ല പറയണത്, എന്തുണ്ടായിട്ടും കാര്യമില്ല, ഭക്തി വേണമെന്ന്. ഇപ്പം തപസ് എത്രയാ ചെയ്തത്? എന്താ ബുദ്ധി നേരെയാവാഞ്ഞത് ഹിരണ്യകശിപുവിൻ്റെ? അതൊരു ചോദ്യമല്ലേ. എത്ര കാലാ തപസ് ചെയ്തത് ഹിരണ്യകശിപു? പ്രഹ്ലാദൻ തപസ് ചെയ്തുവോ? ഇല്ല. എന്നിട്ട് പ്രഹ്ലാദന് വല്ല കുഴപ്പമുണ്ടായോ? എന്തേത്? സജ്ജന സംസർഗം. ആ വേണ്ടത് ആദ്യം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ വേറെ യാതൊന്നും ഉണ്ടാവേണ്ടത് ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം ചെയ്യണത് ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ന് സജ്ജനങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭാഗവത്തിൽ അതാണ് പറയണത് എന്നാണ് പറയണത്. അപ്പം ആ ഭക്തി ആദ്യം തന്നെ കിട്ടി. ഇനിയിപ്പോൾ എന്തിനാ ബാക്കിയൊക്കെ? എന്തൊക്കെയോ ചെയ്തു, എന്നിട്ട് ഭക്തി മാത്രം ഉണ്ടായില്ല. പിന്നെന്താ കാര്യം? ഇതാണ് പഠിപ്പിക്കണത്. അപ്പോൾ ഏതൊക്കെയോ തരത്തിൽ കൊല്ലാൻ നോക്കി. പക്ഷേ പ്രഹ്ലാദനെ കൊല്ലാൻ പറ്റിയിട്ടില്ല. രക്ഷിക്കേണ്ട ആളാണ് കൊല്ലാൻ നോക്കിയിരിക്കണത്. ആലോചിച്ച് നോക്കൂ. കുട്ടികൾക്ക് ആരാ രക്ഷ? അച്ഛനമ്മമാരാണ് എന്നാണ് നമ്മൾ പറയുക. പക്ഷേ പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അച്ഛൻ കൊല്ലാനാണ് നോക്കിയത്. കാരണം നാമം ജപിക്കാണ്ടിരിക്കില്ല, ഭഗവാനിൽ ഭക്തി എന്നുള്ള ആ സ്വഭാവം ഇല്ലാതാക്കാൻ പറ്റില്ല പ്രഹ്ലാദൻ്റെ എന്ന് മനസ്സിലായതോടു കൂടിയിട്ട് അല്ലേ ഗുരുനാഥന്മാർ ശ്രമിച്ചു, ഹിരണ്യകശിപു ശ്രമിച്ചു, ഇല്ല. അവസാനം എന്തായി? കൊല്ലാൻ കൽപ്പിച്ചു. അവരൊക്കെ കൊല്ലാൻ നോക്കി. അപ്പോഴോ ആ കൊല്ലാൻ വന്നതായ ആ ചുറ്റുപാടുകളൊക്കെ അങ്ങോട്ട് നശിച്ചു. പ്രഹ്ലാദനൊരു നാശം ഉണ്ടായില്ല. ഒരു സഹോദരിയുണ്ട്, തീയിൻ്റെ ചൂട് ബാധിക്കാത്ത ഒരു സഹോദരി അത്രേ. തീ കത്തിച്ച നടുക്ക് പ്രഹ്ലാദനെ മടിയിലിരുത്തിയിരുന്നു എന്നാണ് സിംഹിക. സിംഹിക ചത്തുപോയി. വരമൊക്കെ ഉണ്ട്, പക്ഷേ കാര്യം ഉണ്ടായില്ല. ആ വരം അവിടെ ഫലിച്ചില്ല എന്നാണ്. കാരണം പ്രഹ്ലാദനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ സിംഹികയുടെ വരം കൂടി ഇല്ലാതായി. എന്തൊക്കെയാ ഭക്തിയുടെ മാഹാത്മ്യം ഭാഗവത്തിൽ പറയണത്. കുറച്ചിങ്ങനെ ആലോചിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തോന്നാറുള്ളത് മനോവാചാമഗോചരം എന്ന് പറയാറുണ്ട്. ശരിക്കും അതാണ് തന്നെയാ തോന്നണത്. ഓരോ കഥകളിൽ കൂടിയിട്ടും അതല്ലേ കാണിക്കണത്. അപ്പം ആർക്കായി പേടി? ഏതൊക്കെ തരത്തിൽ സശൂലൈരാവിദ്ധ സുബഹുമധിതോ ദിഗ്ഗജഗണൈ എന്തോട്ടൊക്കെ എല്ലാം കൊണ്ടും പ്രഹ്ലാദനെ നശിപ്പിക്കാൻ നോക്കി. പ്രഹ്ലാദൻ നശിച്ചില്ല. എന്നിട്ട് ഇപ്പം ആർക്കാ ഭയം? ശരിക്കും നമ്മളുടെ ഇടയിൽ സാധാരണ ഒരാൾക്ക് അങ്ങനെ ഒരാൾ നമ്മളെ ആക്രമിക്കാനോ വെറുതെ ഒരു ഊമക്കത്ത് വന്നാൽ മതി അല്ലേ? നമുക്ക് ഭയ, ഈശ്വരാ ഇനിയിപ്പോൾ എപ്പോഴാണ് അയാൾ ഇറങ്ങി പുറപ്പെടുക, നമ്മൾ ഭയപ്പെടുന്നു. പ്രഹ്ലാദൻ്റെ അവസ്ഥ നോക്കൂ. ഏതൊക്കെ തരത്തിൽ കൊല്ലാൻ നോക്കി. പ്രഹ്ലാദന് ഒരു പരിഭ്രമമില്ല. ഇപ്പം പരിഭ്രമാർക്കാ? പരിഭ്രമം ഉണ്ടായി. ഹിരണ്യകശിപുവിന് പരിഭ്രമം ഉണ്ടായി. എന്താ അത്? ഇയാൾ എന്താ നൂനമേതദ്ധര വിരോധേന മൃത്യുർമേ ഭവിതാന്നവാ. ഞാൻ മരിക്കുമോ?
വിഷ്ണു ഇവനെ പിടിച്ച് മുമ്പിൽ വെച്ചിട്ട് ആഹാ നീ എൻ്റെ പ്രഹ്ലാദനെ കൊല്ലാനല്ലേ ശ്രമിച്ച് എന്ന് ചോദിച്ചിട്ട് വിഷ്ണു എന്നെ വന്ന് കൊല്ലുമോ എന്നുള്ള ഭയം ഇപ്പം ഹിരണ്യകശിപുവിനായി. കെട്ടിയിട്ടു, പട്ടിണി കിടത്തി. അതുകൊണ്ട് വലിയ ഗുണമായി കുട്ടികളൊക്കെ. എന്താ അത്, കുട്ടികൾക്ക് ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റണില്ല. അതാണ് നിഷ്കളങ്ക ഹൃദയം. അവിടെ ഗുണം ഇല്ലാണ്ട വയ്യ എന്നാണ്. വേറെ ഒരാൾക്ക് തോന്നിയിട്ടില്ലല്ലോ പ്രഹ്ലാദൻ പട്ടിണി കിടക്കുമ്പോൾ. കുട്ടികൾ വന്നെന്ത് പറഞ്ഞു, പ്രഹ്ലാദ അത് പറ്റില്ല, അച്ഛൻ പറയണത് കേൾക്കണം. പ്രഹ്ലാദൻ ഇങ്ങനെ പട്ടിണി കിടക്കാൻ, ഞങ്ങളിങ്ങനെ സുഖമായിട്ട് ഊണ് കഴിക്കുക, അത് പറ്റില്ല. അച്ഛൻ പറഞ്ഞത് കേട്ടാ എന്താ, അച്ഛൻ പറയണത് കേൾക്കല്ലേ വേണ്ട. അപ്പം പറഞ്ഞു കൗമാര ആചരയിൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യാധ്രുവമർത്ഥതും. അതാണ് ആദ്യം തന്നെ വേണ്ടത്. അങ്ങോട്ട് സാരം സമുദ്രത്തെന്ന് പറഞ്ഞില്ലേ, പറയൂലോ, അതാണ് പറഞ്ഞിരിക്കണത്. അവരെന്താ പറഞ്ഞത്, ഇപ്പം എന്തിനാ പ്രഹ്ലാദൻ ഭഗവാനെ ഭജിക്കണത്, ഇനി രാജാവാനല്ലേ പോണം, രാജാവായിട്ട് ഭജിക്കുമ്പോൾ ഞങ്ങളും വരും. അപ്പം അന്ന് ഭജിച്ചാൽ പോരെ, എപ്പോ എന്നാണ് പ്രഹ്ലാദൻ്റെ ചോദ്യം. നമ്മൾ അത്രയും കാലം ജീവിക്കുന്നെന്താ ഉറപ്പ്, കൗമാര ആചരയിൽ പ്രാജ്ഞ. അതുകൊണ്ട് കുട്ടിക്കാലത്ത് ഭജിക്കണം. ആ ഭാഗവത ധർമ്മങ്ങളിൽ കൂടിയിട്ട് ഭഗവാനെ ഭജിക്കുമ്പോഴാണ് ദുർലഭം മാനുഷം ജന്മ തദപ്യാധ്രുവമർത്ഥതും. മനുഷ്യനായി ജനിച്ചാൽ നിങ്ങൾ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങണം. നാളെ പറയണ കേട്ടു, എന്ന് മുതൽ നിർത്തിയുണ്ടെങ്കിൽ ഗർഭത്തിലിരിക്കുമ്പം തന്നെ ഭജിക്കണം എന്നാണ് പ്രഹ്ലാദൻ നമ്മളെ പഠിപ്പിക്കണത് എന്ന് പറയണ കേട്ടു. അത് 2 പേർക്കേ സാധിച്ചിട്ടുള്ളൂ. അതാണ് പ്രഹ്ലാദന് സാധിച്ചു. ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ നാരദൻ്റെ ഉപദേശം കേട്ടു. പരീക്ഷിത്ത് മഹാരാജാവിന് ഗർഭത്തിലിരിക്കുമ്പോഴേ ഭഗവാനെ കണ്ടു. പിന്നെ മനസ്സ് വേറെ എങ്ങടെങ്കിലും പോവും. ആലോചിച്ച് നോക്കൂ. പരീക്ഷിത്ത് അതുകൊണ്ട് ജനിച്ചപ്പോൾ എന്താ ഉണ്ടായത്, വിഷയങ്ങളുടെ പിന്നാലെ അല്ല പോയത്. ഇത് ഭഗവാനാണോ, ഇത് ഭഗവാനാണോ, ഭഗവാനെ അന്വേഷിക്കുകയായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവ്. ആലോചിച്ച് നോക്കൂ, ഒരു ഭാഗ്യം. അപ്പോൾ അതാണ് ഭഗവാനായിട്ടുള്ള ഒരു അടുപ്പം വന്നു കഴിഞ്ഞാലുള്ള ആ ഒരു ആനന്ദം യാതൊന്നും വേണ്ടാതാവണു അല്ലേ. പ്രസവിച്ച പാടെ ഭഗവാനെ അന്വേഷിക്കാൻ എപ്പോഴാണ് തോന്നുക, വേറെ ഒന്നും വേണ്ടാന്ന് തോന്നിയിട്ടല്ലേ, വേണ്ടതിനെയല്ലേ എല്ലാവരും അന്വേഷിക്കുക. അപ്പോൾ അതാണ് പറയണത്. അപ്പോൾ ആദ്യം തന്നെ കുട്ടിക്കാലത്ത് തന്നെ സാധാരണക്കാരോട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കൗമാര ആചരയിൽ പ്രാജ്ഞ, കുട്ടിക്കാലത്ത് തന്നെ ഭഗവാനെ സേവിക്കണം. ഭാഗവത ധർമ്മം കൊണ്ട്. എങ്ങനെ, ഭാഗവത ധർമ്മം കൊണ്ട് സേവിക്കണം എന്നാണ്. ദുർലഭം മാനുഷം ജന്മ. എന്താ കാരണം, വളരെ ദുർലഭമായിട്ട് കിട്ടണത് ആ മനുഷ്യജന്മം. എപ്പോഴാ അത് വീണ് പോവുക എന്നറിയില്ല. അതുകൊണ്ട് അതാണ് ഓരോരുത്തർ എത്ര വേഗം മരിച്ചു പോണത്. വയസ്സായവർ എനിക്കൊന്ന് ചത്താൽ മതി എന്ന് പറയണവർ ജീവിച്ചു കൊണ്ടിരിക്കണു. എനിക്കൊന്ന് ജീവിച്ചാൽ മതി എന്ന് പറയണവർ ചത്തും പോണു. അപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാനെ സേവിക്കണം. യദേശ സർവഭൂതാനാം പ്രിയാത്മേശ്വര സുഹൃൽ. ഭഗവാനാണ് നമ്മളുടെ സർവസ്വം എന്ന് ബോധ്യപ്പെടുത്തി പ്രഹ്ലാദൻ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട്. എന്നെ എൻ്റെ അച്ഛനാണോ രക്ഷിച്ചത്, മഹാവിഷ്ണു ശത്രുവാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ആര് പറഞ്ഞു മഹാവിഷ്ണു ശത്രുവാണെന്ന്? എന്നെ രക്ഷിച്ചതാരാ? ഞാനൊരു അസുരനല്ലേ, എനിക്ക് വേറെ ആരെങ്കിലും സഹായം ഉണ്ടാവും. അപ്പോൾ ഒന്നിനും വേണ്ടിയിട്ടല്ല ഭഗവാൻ എന്നെ രക്ഷിച്ചത്, ആ കാരുണ്യം മാത്രം. അതാണ് പറഞ്ഞത് പ്രിയ ആത്മേശ്വര സുഹൃൽ. എല്ലാം കൊണ്ടും നമ്മളുടെ സർവസ്വമാണ് ഭഗവാൻ. അപ്പോൾ ആ ഭഗവാൻ നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കണു. അപ്പോൾ ആ ഭഗവാനെയല്ലേ സേവിക്കേണ്ടത്. പക്ഷേ കുറച്ച് ശ്രദ്ധിക്കണം, എന്നാലേ പറ്റുള്ളൂ. കഥം പ്രിയായ അനുകമ്പിതായ. കുട്ടിക്കാലത്തെ സേവിക്കണം എന്ന് പറയാൻ എന്താ കാരണം, മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണതിൻ്റെ മുമ്പേ സേവിച്ചു തുടക്കണം. അതാണ് എനിക്കതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഓരോന്നിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ മദ്യം സേവിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നിങ്ങോട്ട് വിട്ടു പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം മദ്യമല്ല, എത്രയോ അതിനൊക്കെ ശക്തി കൂടിയ സാധനങ്ങളിൽ ആ വക കാര്യങ്ങളിലേക്ക് പോണ്ട. അത് എന്നാലും ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് കൗമാര ആചരയിൽ പ്രാജ്ഞ. കുട്ടിക്കാലത്ത് തന്നെ ബാക്കിയുള്ള ഓരോ ആശാപാശങ്ങൾ നമ്മൾ സുഖമാണല്ലോ അന്വേഷിക്കുന്നത്. വേറെ ഓരോ ദിക്കിൽ സുഖം കണ്ടാൽ
കണ്ട് അതിൻ്റെ പിന്നാലെ പോയി തുടങ്ങണതിൻ്റെ മുമ്പേ ഭഗവാനെ തന്നെ ആശ്രയിക്കണം എന്ന് പറഞ്ഞ പ്രഹ്ലാദൻ്റെ വാക്ക് കേട്ട് നാമം ചോദിക്കണതായിട്ടുള്ള കുട്ടികളുടെ ശബ്ദം കേട്ട് ഭഗവാൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടതോ ആലോചിച്ച് നോക്കൂ. ആർക്ക് വേണ്ടിയിട്ടാണ്? 5 വയസ്സ് തികയാത്ത ഒരു ഉണ്ണിക്ക് വേണ്ടിയിട്ടാണ്. എന്ത് ഗംഭീരമായിട്ടുള്ള രൂപത്തിലാണ് ഭഗവാൻ അവിടെ അവതരിച്ചിരിക്കണത്. അതിഗംഭീരല്ലേ, കണ്ടാ ഭയപ്പെടണതായിട്ടുള്ള വേഷം. തപ്തസ്വർണ സവർണ ഘൂർണതിരുക്ഷാക്ഷം സദാകേസര പ്രോൽക്കംബ പ്രതികുംഭിതാംബരമഹോ ജീയാത്തവേദം വപു വ്യാപ്ത മഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വ നിർഗമദൃശ്യമാനസുമഹാ ദംഷ്ട്രായുഗോഡ്ഡാമരം. ഭഗവാന് പ്രഹ്ലാദനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ഇപ്പോൾ ഈ രൂപം കണ്ടാൽ തോന്നുമോ? എന്തൊരു ഭയങ്കര രൂപമെടുത്ത് വന്നാലേ അവിടെയും കാരുണ്യാണ് എന്നാണ്. സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം. ഇയാളുടെ വാക്ക് സത്യാക്കണം ഭഗവാന്. അതിനു വേണ്ടിയിട്ട് അപ്പം ഭഗവാൻ എത്രമാത്രം കാരുണ്യമുണ്ട് അതും അവിടെ അപ്പം വ്യക്തമായി. എന്തൊരു ഭയാനകമായിട്ടുള്ള രൂപ. ഹിരണ്യകശിപുവിന് അപ്പോഴും പേടി തോന്നിയില്ല. ഭയങ്കര യുദ്ധത്തിൽ ഹിരണ്യകശിപുവിനെ മടിയിൽ കിടത്തി ആ ചോര മുഴുവൻ അങ്ങനെ വലിച്ചു കുടിച്ച് കുടൽമാല കഴുത്തിലിട്ട്, ഇതൊക്കെ വാത്സല്യ അല്ലേ? ഒരു ഭാഗത്ത് നമുക്ക് ചോദിക്കണം. ഹിരണ്യകശിപുവിൻ്റെ ആ കുടൽമാല എടുത്ത് താൻ മാലയായിട്ട് അങ്ങനെ അണിഞ്ഞിരിക്കണു. എന്നിട്ടാണ് ശരീരം കളഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാവരും ഏവം സുരാദയ സർവേ, എല്ലാ ദേവന്മാരും വന്ന് സ്തുതിച്ചു. കാരണം ആർക്കും ഭഗവാനോട്ട് അടുക്കാൻ പറ്റണില്ല. ആ ദേഷ്യത്തിന് ഒരു കുറവ് വരണില്ല. അതാണ് എല്ലാ ദേവന്മാർക്കും കൂടി ഭയായി. എന്താ അപ്പം ഭഗവാൻ വിചാരിക്കണത്? പ്രഹ്ലാദനെ രക്ഷിക്കാൻ ആണ് ഹിരണ്യകശിപുവിനെ കൊന്നത് എന്നുണ്ടെങ്കിൽ ഹിരണ്യകശിപുവിനെ കൊന്നില്ലേ? ഇനിയിപ്പോൾ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കണത്? അപ്പം എല്ലാവരും ചെന്ന് പ്രാർത്ഥിച്ചു, പ്രസീദതാമ്മേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു ഭഗവാനോട്. പക്ഷെ ആരോടും ഭഗവാൻ പ്രസാദിച്ചില്ല എന്നുള്ളതാണ് അത്ഭുതം. എന്താ അത്? ഭഗവാന് ചിലപ്പോൾ ചിലത് തോന്നും, അതുപോലെ അയാളെ സമ്മതിക്കുള്ളൂ. ചില കുറുമ്പും വാശി ഒക്കെ ഭഗവാനുണ്ട് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം. അത് വിട്ട് കളിക്കാൻ ഭഗവാൻ സമ്മതിക്കുകയില്ല. ന തഥാമേ പ്രിയതം ആത്മയോനി ന ശങ്കര ന ച സംഘർഷണോ ന ശ്രീഹി നൈവാത്മാച്ച. ഭഗവാൻ പറഞ്ഞിട്ടില്ലേ യഥാ ഭവാൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ അതിപ്പോൾ ഇവിടെ ആരോടാ പറഞ്ഞത്? പ്രഹ്ലാദനോട്. ബ്രഹ്മാവ്, മഹാദേവൻ എല്ലാവരും ഗംഭീരമായിട്ട് സ്തുതിച്ചു. ഇനി അവിടുത്തെ കോപമൊക്കെ പോയി, ശാന്തനാവണേ, കാര്യം കഴിഞ്ഞില്ലേ എന്നൊക്കെ എല്ലാവരും സ്തുതിച്ചു. പക്ഷേ മഹാലക്ഷ്മി കൂടി എന്നാണ് ഭയപ്പെട്ട പിന്നിലേക്ക് ഓടിപ്പോയി. മനസ്സിലായില്ല, ഇങ്ങനെയൊരു രൂപം, ഇങ്ങനെയൊരു ഭാവം കണ്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് ബ്രഹ്മാവിന് കാര്യം മനസ്സിലായത്. ബ്രഹ്മാവ് പ്രഹ്ലാദനോട് പറഞ്ഞു, താത പ്രശമയോ പേഹി സുപിത്രേ കുപിതം പ്രഭും. ഉണ്ണി ഇപ്പോഴും ഭഗവാന്റെ ശുണ്ഠി മാറിയിട്ടില്ല. ഭഗവാൻ ഉണ്ണിയെ കാത്തിരിക്കുക എന്ന് തോന്നണു, ഒന്ന് ശാന്തനാക്കണേ എന്ന പ്രഹ്ലാദനോടാണ് പറഞ്ഞപ്പോൾ അതാണ് തഥേതി ശനകൈരാജൻ മഹാഭാഗവതോർഭക ഉപേത്യഭുവി കായേന നനാമ വിധൃതാഞ്ജലി. ആ ചെറിയ ഉണ്ണി അർഭക എന്നാ പറയണതേ. ആ ചെറിയ ഉണ്ണി ഓടി അങ്ങോട്ട് പോയിട്ട് പാദത്തിൽ വീണങ്ങനെ നമസ്കരിച്ചു. സജ്ജനങ്ങൾ പറയാറുണ്ട്, പ്രഹ്ലാദന് ഇവിടുന്ന ഈ ധൈര്യം ഉണ്ടായത്? ആർക്കും ഭഗവാനെ കണ്ടിട്ട് മനസ്സിലായില്ല. പ്രഹ്ലാദന് എന്തേ ഭയമില്ലാഞ്ഞത്? അവിടെ ഒരു നർമ്മം പ്രയോഗിക്കാറുണ്ട്. ഭഗവാന്റെ പാദത്തിനൊരു മാറ്റമില്ല എന്നാണ്. വേഷമൊക്കെ പുറത്തേ ഉള്ളൂ. ആ പാദം പണ്ട് തൻ്റെ ഒപ്പം വന്ന് കളിച്ചിരുന്നതായ, തന്നോട് സൗഹൃദം സ്ഥാപിച്ച് പാട്ടുപാടി നൃത്തം ചെയ്യും ഒക്കെ തന്നെ ആലിംഗനം ചെയ്യും ഒക്കെ ചെയ്തിരുന്നതായ ആ ഭഗവാന്റെ പാദം തന്നെയാണ്. അതിനൊരു മാറ്റമില്ല. അപ്പം ആളെ മനസ്സിലായി. അതാണ് പ്രഹ്ലാദന് ഒരു വിഷമവും ഇല്ലാണ്ട് ഉപേത്യഭുവി കായേന പറഞ്ഞ പോലെ തന്നെയാണ്. പ്രഹ്ലാദന് വന്നങ്ങോട്ട് നമസ്കരിച്ചപ്പോഴോ സുഖമായി. ആ ദേഷ്യമൊക്കെ പോയി. സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യ ദേവകൃപയാ പരിപ്ലുത ഉത്ഥാപ്യ തച്ഛീർഷ്ണ്യ ദധാൽ കരാംബുജം കാലാഹി വിത്രസ്തധിയ
കൃതാഭയം. എല്ലാവിധ ഭയവും ഇല്ലാതാക്കണതായിട്ടുള്ള തൻ്റെ 2 കൈകളും ആ ശിരസിൽ വെച്ച് വാരി ഇങ്ങോട്ട് എടുത്തു താഴെ കിടക്കണ പ്രഹ്ലാദിനെ. എന്നിട്ട് ആദ്യം ആ ഉണ്ണിയുടെ ശിരസിൽ 2 കൈയും വെച്ചങ്ങനെ അനുഗ്രഹിച്ചു. എന്നിട്ട് തൻ്റെ മാറോട് ചേർത്തു പ്രഹ്ലാദനെ. എന്നിട്ട് മടിയിലങ്ങോട്ട് ഇരുത്തി. എന്താ അപ്പം ഭഗവാന്റെ തിരുമുഖത്തെ ഒന്നങ്ങനെ നോക്കിയപ്പോഴും എന്തൊരു ശാന്തതയാണ്, എന്തൊരു വാത്സല്യ. ഇതുവരെ എന്തൊരു ക്രോധഭാവമായിരുന്നു. ഇപ്പം അവിടെ വാത്സല്യത്തിൻ്റെ ആ കണ്ണീർ കണികകളാണ് അവിടുന്ന് ഒഴുകണത്. പ്രഹ്ലാദിനെ അങ്ങനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ നോക്കി, തൻ്റെ ഉണ്ണിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയുണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള ദുഃഖങ്ങളാണ് സഹിച്ചിരിക്കണത് പ്രഹ്ലാദൻ. അപ്പോൾ അങ്ങനെ തന്നെ അങ്ങനല്ലേ കുട്ടികൾ ഒന്ന് വീഴുമ്പോഴേക്കന്നെ അമ്മമാർക്ക് എന്തൊരു ഉത്കണ്ഠയാണ് അല്ലേ. എടുത്ത് മടിയിൽ വെക്കണു, കൈ തലോട്ടണു, കാല് തലോട്ടണു, അതിൻ്റെ ഇടയിൽ നിന്ന് കുടയണു കുട്ടികളെ. കൈയും കാലും ഒക്കെ ഒന്ന് ഉളുക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞ് ഒന്ന് കുടയണു, എന്തൊക്കെയാണ് വേണ്ടത് നിശ്ചല്യ. ഇതുപോലെയാണ് ഭഗവാനും അന്ന് ആ ഉണ്ണിയെ മടിയിൽ വെച്ചിട്ട്. പ്രഹ്ലാദനോ മടിയിൽ നിന്ന് കിഴിഞ്ഞിറങ്ങി. എന്നിട്ട് ഭഗവാന്റെ ആ കൈകൂപ്പ് കയ്യുമായിട്ട് ഭഗവാന്റെ അതിമനോഹരായിട്ടുള്ള മുഖം നോക്കിക്കൊണ്ടാണ് പ്രഹ്ലാദൻ്റെ സ്തുതി. ബ്രഹ്മാദയസുരഗണ മുനയോധ സിദ്ധാ സത്വൈകതാനമതയോ വജസംപ്രവാഹൈ നാരാധിതും പുരുഗുണൈരധുനാ ബിപ്രോ കിം ദുഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ. അവിടുത്തെ കാരുണ്യമാണ് എനിക്കിപ്പോൾ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കണത് എന്നാണ് പ്രഹ്ലാദൻ പറയണത്. കാരണം എത്ര വലിയ വലിയ ആൾക്കാരാണ് അവിടുത്തെ വന്ന് സ്തുതിച്ചിരിക്കണത്. അവിടുന്ന് പിന്നെ പ്രസാദിച്ചില്ല. എന്നിട്ടോ ഈ അസുരനായിട്ടുള്ള ഞാൻ വന്ന് സ്തുതിച്ചപ്പോഴല്ലേ അവിടുന്ന് ശാന്തനായത്. എന്താ അതുകൊണ്ട് അവിടുന്ന് പഠിപ്പിക്കണത്? അതോ എന്തുണ്ടായിട്ടും കാര്യമില്ല, ഭഗവാന് സന്തോഷമായിക്കൊള്ളണം എന്നില്ല ഭക്തി ഇല്ലെങ്കിൽ. മഞ്ഞേ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ധനോ, നല്ല കുടുംബത്തിലുള്ള ജന്മോ, തപസ്സോ, വിദ്യാഭ്യാസോ, നല്ല തേജസ്, നല്ല പൗരുഷം, അങ്ങനെയുള്ള ബുദ്ധി, അങ്ങനെ എന്തൊക്കെ നമ്മൾ ഗുണങ്ങളാണെന്ന് പറയുന്നു. അങ്ങനെ എന്ത് ഗുണം ഉണ്ടായിട്ടും കാര്യമില്ല. എങ്ങനെയാണ് അത് പഠിപ്പിക്കണത്? ഇപ്പം മാത്രമല്ല, എപ്പോഴും ഭഗവാൻ അതാ പഠിപ്പിക്കണത്. ഗജേന്ദ്രൻ വിളിച്ചപ്പോൾ എന്തിനാ അവിടുന്ന് പോയിട്ട് രക്ഷിച്ചത്? ഗജേന്ദ്രൻ ഭക്തിപൂർവ്വ വിളിച്ചിരിക്കണത്. അതുകൊണ്ടല്ലേ അവിടുന്ന് അവിടെ പോയി രക്ഷിച്ചത്. ഇനി അതുപോലെയാണ് ഭക്തി ഇല്ലെങ്കിൽ ശ്വപച്ചൻ, ചണ്ടാളൻ, എത്രയോ മഹാനികൃഷ്ട ജന്മം, ഭക്ഷണം, ജീവിതം ഒക്കെ മഹാമോശം. പക്ഷേ അവനെ ശുദ്ധാക്കണു. അവന് ഭക്തി ഉണ്ടായാൽ അവൻ ശുദ്ധാവണമെന്ന് പറഞ്ഞാൽ പോരാ. പിന്നെയോ അവൻ്റെ ആ ജന്മം തന്നെ, ആ കുലം തന്നെ, പ്രാണം പുനാദിസകുലം നതു ഭൂരിമാന, എല്ലാം തന്നെ അവൻ ശുദ്ധാക്കണു എന്ന് പറയാണ്. ഇനി ഭക്തി ഇല്ലെങ്കിൽ ബ്രാഹ്മണനായിട്ടും കാര്യമില്ല. എന്ത് ഗുണം ഇപ്പം പറഞ്ഞില്ലേ, എന്ത് ഗുണം ഉണ്ടായാലും അതൊക്കെ അഹങ്കാരം വർദ്ധിക്കാൻ കാരണമാവണു എന്ന് പറയാണ്. നൈവാത്മന പ്രഭുരയം നിജലാഭപൂർണ. സാധാരണക്കാരെ പോലെ ഭഗവാനും എന്തിനാ ഈ ഭക്തന്മാരോട് ഇത്ര ഇഷ്ടം കാണിക്കണത്? നമ്മളൊക്കെ വലിയ കാര്യം പറയാറുണ്ട്, എന്തിനാ ഈ അമ്പലത്തിൽ ഇതൊക്കെ കൊണ്ടു കൊടുക്കണത്? ഒരാവശ്യമില്ല, ഭഗവാൻ ഇതുവല്ലം കിട്ടിയിട്ട് വേണോ വലിയ വേദാന്തം പറയാമെന്നാ നാട്യം. ഭക്തി ഇല്ല, അതാണ് ഇങ്ങനത്തെ വേദാന്തം വരണത് എന്നാണ്. എന്താ കാരണം? ഭഗവാൻ ആത്മാരാമനാണ്, പരിപൂർണനാണ്, പൂർണ്ണമത് പൂർണ്ണമിതം ഒക്കെയാണ് ഭഗവാനെക്കുറിച്ച് പറയാറുള്ളത്. പക്ഷേ അങ്ങനെയുള്ള ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഭക്തന്മാരോട് ഇതൊക്കെ മേടിക്കണത്? അതാ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഭക്തന്മാർക്ക് അതാണ് ഭഗവാന് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. എത്ര കഥകളിൽ കൂടിയിട്ട് അതൊക്കെ വ്യക്തമാവണത് അല്ലേ. ഒരു കുന്നിക്കുരുവാ, എന്താ അപ്പം അതിന് കിട്ടാനുള്ളത്? ഒരു കുന്നിക്കുരു കൊണ്ടു തന്ന. പക്ഷേ ഭഗവാൻ ആ കുന്നിക്കുരു, ഒരു കുന്നിക്കുരു, കുറച്ച് കുന്നിക്കുരു ഉണ്ടായി ആ കുട്ടികൾക്ക് കളിക്കാം. അതല്ല, ഒരു കുന്നിക്കുരു, അതെനിക്ക് കുന്നിക്കുരു ആയിട്ട് തന്നെ കിട്ടണം എന്ന് പറഞ്ഞ ആളാ ഭഗവാൻ. സ്വർണത്തിൻ്റെ കുന്നിക്കുരു ഒന്നും എനിക്ക് വേണ്ട, സാധാരണ കുന്നിക്കുരു. ആനയെ നടക്കി വെച്ചത് ഭഗവാൻ കണ്ടില്ല, കുന്നിക്കുരു ചതഞ്ഞത് കണ്ടു എന്നാണ് പറയണത് അല്ലേ. കുചേലൻ്റെ അവില്, വിതുരപത്നിയുടെ പഴത്തൊലി, എത്ര കഥകളാണ് ആ ഭക്തിയുടെ പ്രാഭവം കാണിക്കണത്.
എത്ര കാലമായി ഇപ്പം നമ്മൾ, അല്ല നമുക്കൊക്കെ തന്നെ ഇപ്പം എത്ര വയസ്സായി നമ്മൾ ഗുരുവായൂരപ്പനെ പോയി തൊഴുണ്ട്. വേറെ ഏതെങ്കിലും ഒരു മേശാന്തി നേദിച്ചിട്ട് ഭഗവാനെല്ലാം കഴിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? നെമ്മിനി ഉണ്ണി കൊടുത്തപ്പോൾ അച്ഛൻ വന്നിട്ടെന്നെ തല്ലുമാറിഞ്ഞാലും അച്യൂത ഊണു കഴിച്ചില്ലെങ്കിൽ, പാവം ആ ഉണ്ണി തെറ്റിദ്ധരിച്ചതാ. ചെറിയ ഉണ്ണിയാണേ, അത്ര അധികമൊന്നും ശാന്തിക്ക് പോവാറില്ല, ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം വിചാരിച്ചു ഇത് നേദിക്കണതൊക്കെ ഭഗവാൻ കഴിക്കലാ പതിവ് എന്നങ്ങോട്ട് വിചാരിച്ചു. ഇത് പറഞ്ഞു, ഗുരുവായൂരപ്പ ഇത് കഴിച്ചില്ലെങ്കിൽ ഇനി പുറത്തിറങ്ങി എനിക്ക് അടി കിട്ടില്ലേ, ഞാൻ നേദിച്ചിട്ടാണോ അവിടുന്ന് കഴിക്കാത്തത് ചോദിച്ചപ്പോൾ ഭഗവാൻ അതങ്ങോട്ട് കഴിക്കേണ്ടി വന്നു. അതാണ് ആ സ്നേഹഭാവം. പിന്നെ അങ്ങനെയാണ് ഭഗവാന് കൊടുക്കുമ്പോഴേ അത് പൂർണ്ണതയിലെത്തുന്നുള്ളൂ. അവിടുന്നാണ് ബിംബം, ബാക്കിയൊക്കെ പ്രതിബിംബം അല്ലേ. അഹമേ വാസമേ വാഗ്രേ. ഭഗവാൻ ബ്രഹ്മാവിനോട് എന്താ പറഞ്ഞത്? ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ആ ഭഗവാനെ അലങ്കരിക്കണം, അപ്പോഴേ നമ്മൾ പൂർണ്ണന്മാരാവുള്ളൂ എന്ന് കാണിക്കുകയാണ് ഇവിടെ. തസ്മാദഹം വിഗത വിക്ലവ ഈശ്വരസ്യ സർവാത്മനാമഹി ഗൃണാമി യഥാമനീഷം. അതുകൊണ്ട് അസുരനാണെങ്കിലും പിന്നെ അവിടുത്തോട് ഞാൻ പ്രാർത്ഥിക്കണു, ഭക്തി മാത്രം എനിക്ക് അനുഗ്രഹിച്ച് തരണേ. അവിടുത്തെ ഈ അവതാരം എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാവരും ഭയപ്പെട്ടിരിക്കുക ഹിരണ്യകശിപുവിനെ. അപ്പോൾ ആ ഹിരണ്യകശിപുവിനെ കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ നരസിംഹാവതാരം. ഇപ്പം എല്ലാവരും സന്തോഷിക്കണു. പക്ഷേ അവിടുത്തെ ആ ദേഷ്യം മാറാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരു ഭയം. ഇനി എന്തിനങ്ങനെ ചുണ്ടെടുത്തിരിക്കണേ, ഒന്ന് ശാന്തനാവൂന്നേ എന്ന് നമ്മൾ പറയാറില്ലേ. അതുപോലെയാണ് പിന്നെ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയോട് പറയണത്. എന്താ പ്രഹ്ലാദ, എന്നെ കണ്ടിട്ട് പ്രഹ്ലാദന് ഭയമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല. നാഹം വിഭേമ്യജിത. അവിടുത്തെ ഈ വലിയ ദമുഷ്ട്രയോ, നീട്ടിയ നാവോ, ഉരുട്ടി മിഴിച്ച കണ്ണോ, എത്രയാ കൈകൾ, ആയുധങ്ങളുണ്ട്. ആ നഖായുധം കണ്ടതാണല്ലോ. ഇതൊന്ന് അച്ഛൻ്റെ കുടൽമാലയാണേ ഭഗവാന്റെ കഴുത്തിൽ. ഇതൊന്നും കണ്ടിട്ട് എനിക്കൊരു ഭയവും തോന്നണില്ല. പ്രഹ്ലാദന് ഭയം ഇല്ലായിരിക്കുമോ? ചെറിയ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, ചിലർക്ക് ഭയം ഉണ്ടാവില്ല, അറിയാറായിട്ടില്ല. അല്ല, ത്രസ്തോസ്മ്യഹം കൃപണവത്സല ദുസ്സഹോഗ്ര സംസാര ചക്രകഥനാൽ ഗ്രസതാം പ്രണീത. ഹേ കൃപണവത്സല, എന്താ ശ്യാമസുന്ദര എന്ന് ഗോപസ്ത്രീകൾ വിളിക്കണ പോലെയാ. ഉഷത്തമ, ഭുവനസുന്ദര എന്നൊക്കെ വിളിക്കണത് ഭഗവാനെ പ്രഹ്ലാദൻ. കാരണം ആ ശാന്തഭാവം വന്നപ്പോഴേക്ക് അത്ര സുന്ദരനായി കഴിഞ്ഞിരിക്കണു. എല്ലാ ഫലവും എല്ലാ തരത്തിലും ഈ സംസാരത്തിൽ ഭയം മാത്രമാണ്, ദുഃഖം മാത്രമാണ്. യസ്മാൽ പ്രിയ വിയോഗ സയോഗ ജന്മ ശോകാഗ്നിന സകലയോനിഷു ദഹ്യമാന. ആ ഏത് ജന്മം എടുത്താലും അതിലൊക്കെ ഭയം ദുഃഖം മാത്രമേ ഉള്ളൂ. നമ്മൾ വേണമെന്ന് വിചാരിക്കണമൊന്നും കിട്ടില്ല, അതൊക്കെ അകന്നകന്ന് പോവും ഇല്ലേ. ചക്രവാളം പോലെയാണ് പറയും. നമ്മൾ വേണ്ടാന്ന് വിചാരിക്കണതോ അതൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട, അതെന്നെ പഠിപ്പിച്ചു. ഇതാ അച്ഛൻ, എത്ര വലിയ നിലയിലെത്തിയ അച്ഛൻ, എന്നിട്ടും മരിച്ചില്ലേ. അപ്പം അതൊക്കെ നശിക്കും, എല്ലാം നശിക്കണതാണ് എന്ന് അച്ഛൻ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ പറയണം, ഭക്തി മാത്രം മതി എനിക്ക്. ഭക്തി ഉണ്ടായാലും ദുഃഖം വരില്ലേ എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള കഥകളിങ്ങനെ പാടും കേൾക്കും. അതായത് സജ്ജന സംസർഗം ഉണ്ടാവണം. ആ സജ്ജന സംസർഗം ഉണ്ടായാൽ അപ്പോൾ അവർ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ദുഃഖം ഉണ്ടാവുക? പണ്ടൊരു നമ്പൂതിരി പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്, ത്രിമധുരകത്ത് അടിപ്പുറത്ത് എന്ന് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. മൂകാംബികയിൽ പോയിട്ട് മൂകാംബികയിലത്തെ ത്രിമധുര ആർക്കും കൊടുക്കില്ല, അത് മലയാളികൾ കഴിച്ചാൽ ഗംഭീരാവൂത്രേ. വലിയ നല്ല എല്ലാ ഗുണങ്ങളും ആവും എന്നാണ്. അതുകൊണ്ട് ആ ത്രിമധുരം ഒരു പൊട്ടക്കിണറുണ്ട്, സ്ഥിരം അവിടെയാണ് കൊണ്ടുപോയി ഇടുക, ആർക്കും കൊടുക്കില്ല. ഇത് മനസ്സിലാക്കി ഇദ്ദേഹം. എന്നിട്ട് അതവിടെ ആ രാവിലത്തെ ഉഷപ്പൂജ കഴിഞ്ഞാലാണ് ആ ത്രിമധുരം കൊണ്ടുപോയി കളയുക. ഇത് കൊണ്ടുപോയി കളയണതിൻ്റെ മുമ്പ് അദ്ദേഹം ആ കിണറ്റിലിറങ്ങിയിരുന്നു. എന്നിട്ട്
ത്രിമധുരം അങ്ങോട്ട് ഇട്ടേണ്ട താമസം എടുത്ത് കഴിച്ചു അദ്ദേഹം. ആരെങ്കിലും കണ്ടാൽ പിന്നെ ബുദ്ധിമുട്ടായില്ലേ, അപ്പം എടുത്ത് കഴിച്ചു. അപ്പോഴേക്കും ഇതാരൊക്കെയോ കണ്ടു. ആ പിട്ടിക്കവനെ കട്ടവനെ നായി എല്ലാവരും കൂടി കിണറ്റിലിറങ്ങി പിടിച്ച് കയറ്റി പൊതിരടി. അടിങ്ങനെ കൊള്ളുമ്പോൾ ചിരിച്ചും കൊണ്ട് അദ്ദേഹം പറയാത്രേ, ത്രിമധുരം അകത്ത് അടി പുറത്ത്. അതാണ് ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ. ഇതന്നെയല്ലേ പ്രഹ്ലാദനും നമ്മളോട് പറഞ്ഞത്. എത്രയോ ഉപദ്രവിച്ചു, പക്ഷെ ആ ത്രിമധുരം അതിൻ്റെ അകത്ത് ശോഭിക്കണം. അതിൻ്റെ മധുരം ഞാൻ നുണഞ്ഞുകൊണ്ടേയിരിക്കണം. എനിക്ക് വേറെ ഒരു തരത്തിലുള്ള ദുഃഖം കൊണ്ടും ഞാൻ വിഷമിക്കണില്ല എന്ന് പ്രഹ്ലാദൻ പറയാണ്ട് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഭഗവാനെ എല്ലാവർക്കും ഈ ഭക്തി കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കണം. എനിക്കറിയാം എന്നോട് അത്ര വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടാവുക. നാരദം പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ, പാവം ആ ഉണ്ണി 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ ഗുരുവായൂരപ്പ, അവനെങ്ങനെ എന്തിനാ ബുദ്ധിമുട്ടിക്കണത് എന്ന് നാരദം പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ ഇത്രയും വിഷമിച്ച് ഇങ്ങനെ വലിയൊരു രൂപമൊക്കെ എടുത്ത് വന്നിട്ട് എന്നെ രക്ഷിച്ചത്. ഏതായാലും സന്തോഷമായി. സുസ്ഥ്യസ്തു വിശ്വസ്യ ഫലപ്രസീദത ലോകത്തിന് മുഴുവൻ ലോകാസമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരുടെയും മനസ്സ് നന്നാക്കി കൊടുക്കണേ എന്ന് മനശ്ച ഭദ്രം ഭജതാദധോക്ഷജേ ആവേശ്യതാം നോ മതിരപ്യഹൈതുകി. എങ്ങനെയാ ഭഗവാൻ പിന്നെ നമ്മളെയൊക്കെ രക്ഷിക്കേണ്ടത്? അതോ നമ്മളുടെ മനസ്സിനെ എല്ലാവരിലും ഭഗവാനെ കണ്ട് ആ മനസ്സ് ഭഗവാനിൽ ലയിക്കാറാവുക, അതല്ലേ വേണ്ടത്. അപ്പം അങ്ങനെയുള്ള ആ ഭക്തി തന്ന അനുഗ്രഹിക്കണേ. ഈ സംസാരത്തിൽ ദുഃഖം മാത്രമാണ്. അതാണ് 10 ഇന്ദ്രിയങ്ങൾ 10 ഭാര്യമാരെ പോലെ എല്ലാ ദിക്കിലേക്കും പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക. കണ്ണ് പറയും, ദാ അവിടെ ആ ടി വിയിൽ ഇപ്പം നല്ല സീരിയലാ, അത് കാണുന്നില്ലേ ചോദിക്കും. അപ്പോൾ പറയോ നേരം 1 മണിയായി, ഇപ്പം ടി വി കാണുക, ഇനിയിപ്പോൾ ഊണ് കഴിക്കല്ലേ വേണ്ട എന്ന് ചോദിക്കും നാവ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് ഓരോ ദിക്കിലേക്ക് പിടിച്ച് വലിച്ചും കൊണ്ടിരിക്കുക. അപ്പം എങ്ങനെയാണ് സുഖം കിട്ടുക? അതുകൊണ്ട് ഈ ലൗകിക ദുഃഖങ്ങളൊക്കെ ഇല്ലാതാക്കി ആ ശരിയായ ആനന്ദം തരണതായിട്ടുള്ള ആ ഭക്തി, അത് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നനുഗ്രഹിക്കണേ എന്ന് ഭഗവാനോടങ്ങനെ പ്രാർത്ഥിച്ചു. സംസേവയാ ത്വയി വിനയതി ഷഡംഗയാക്കിം ഭക്തിഞ്ജന പരമഹംസഗതൗ ലഭേത. ആ പരമഹംസഗതി ആനന്ദം മാത്രം. കാരണം എന്താ? തന്നിലും എല്ലാറ്റിലും ഭഗവാനെ തന്നെ കാണുന്നതായിട്ടുള്ള ഒരവസ്ഥ. അങ്ങനെ കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, പ്രഹ്ലാദ സന്തോഷമായി, ആവട്ടെ, എന്താ വരം വേണ്ടത് ചോദിച്ചു. അത് ചോദിച്ചാൽ കാര്യം മാറും. കാമാനാം ഹൃദയ സംരോഹം ഭവതസ്തു വൃണേ വരം. ഇങ്ങനെ ചോദിച്ചാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം അവിടുന്ന് എൻ്റെ യജമാന, എനിക്ക് വരം തന്ന് പറഞ്ഞയച്ചിട്ട് അവിടുത്തേക്ക് ആവശ്യമില്ല. എനിക്ക് അവിടുത്തെ ഇന്ന് ഒന്നും കിട്ടിയിട്ടും ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് ഭക്തി മാത്രം തന്നനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ മഹാലക്ഷ്മിയോടുകൂടി ഭക്തി കൊടുത്ത് അനുഗ്രഹിച്ച് അസുര രാജാവാക്കി അഭിഷേകം ചെയ്ത്, മഹാരാജാവേ, ഈ പ്രഹ്ലാദന് മാത്രമല്ല എല്ലാ ദേവന്മാർക്കും, ഇപ്പോൾ ഹിരണ്യകശിപുവിനെ കൊന്ന് ബ്രഹ്മാവിനെയും എല്ലാവരെയും രക്ഷിച്ചത് ഭഗവാനല്ലേ. ഇതുപോലെ ത്രിപുര ദഹനം ചെയ്ത് ഭഗവാൻ മഹാദേവനെ രക്ഷിച്ചു. എല്ലാവരെയും എപ്പോഴും രക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടാണ് നയസ്യ സാക്ഷാൽ ഭവ പത്മജാദിഭി രൂപം ധിയാ വസ്തുതയോപവർണിതം മൗനേന ഭക്തിയോപശമേന പൂജിത പ്രസീദതാം ഏഷ സത്വതാം പതി. തൻ്റെ കഥയും കേട്ട അടുത്തിരിക്കുന്നുണ്ട് ഭഗവാനെ. രാജസൂയാണല്ലോ ഒരു രംഗം. ആ ഭഗവാന്റെ പാദത്തിൽ വീണങ്ങനെ നമസ്കരിച്ചു. നാരദ മഹർഷി പ്രസാദിക്കണേ. എല്ലാവരും യാതൊരാളുടെ പ്രസാദത്തിന് വേണ്ടിയിട്ടാണോ മോഹിച്ചു കൊണ്ടിരിക്കുന്നത്? ആ ഭഗവാനെ ഞാൻ അവിടുത്തെ വീണ് നമസ്കരിക്കുകയാണേ, പ്രസാദിക്കണേ. അതുമാത്രമേ നമുക്കും പ്രാർത്ഥിക്കാനുള്ളൂ. പ്രസീദതാം ഏഷ സാത്വതാം പതി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.